കഴിഞ്ഞ വീഡിയോ നമ്മൾ റീപാർട്ടീഷൻ ബെനിഫിറ്റിനെ കുറിച്ച് പറയുകയുണ്ടായി. മെഡിക്കൽ ഇൻഷുറൻസ്, വർക്ക്മാൻ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു പോളിസിയുള്ള ഒരാൾക്ക് എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ഇൻഷുറൻസിലാണ് കവർ ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറയുകയുണ്ടായി. ഈ റീപാർട്ടീഷൻ ബെനിഫിറ്റ് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത്. റെസിഡൻറ്റ് വിസയിലുള്ള ഏതൊരാളുടെയും അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി അവരുടെ സ്പോൺസറിനായിരിക്കും. ഇപ്പോൾ വൈഫ്, കുട്ടികൾ, ഇവരെ സ്പോൺസർ ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും അവരുടെ സ്പോൺസർ. ഇനി എംപ്ലോയി ആണെങ്കിൽ അവർ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി അവരുടെ എംപ്ലോയർ അല്ലെങ്കിൽ കമ്പനി ആയിരിക്കും. ഏതെങ്കിലും ഒരു റെസിഡൻറ്റിനോ അല്ലെങ്കിൽ എംപ്ലോയിക്കോ എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരെ എംപ്ലോയർ അഥവാ ആരാണ് സ്പോൺസറെങ്കിൽ അവരെ നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. ഈ എംപ്ലോയർ അല്ലെങ്കിൽ സ്പോൺസർ അതാത് ഇൻഷുറൻസ് കമ്പനി ഏതാണോ അല്ലെങ്കിൽ TP ഏതാണോ അവരത് ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് പുറമെ പോലീസിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ വരുന്ന എക്സ്പെൻസുകൾ, ഇതുമായി ബന്ധപ്പെട്ട റീപ്രൊട്ടക്ഷൻ്റെ ഭാഗമായി വരുന്ന എല്ലാ എക്സ്പെൻസുകളും അതാത് എംപ്ലോയറിന് അല്ലെങ്കിൽ സ്പോൺസറിനാണ് ഈ പേയ്മെൻറ്റുകൾ ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുക. പ്രത്യേകിച്ച് സ്പോൺസർ ചെയ്യേണ്ടതായ പല കാര്യങ്ങളുണ്ട്. പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുക, വിസ ക്യാൻസലേഷൻ, പോലീസിന് റിപ്പോർട്ടുകൾ കൈപ്പറ്റുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സ്പോൺസറിനാണ് കിട്ടുക. അത് ആരാണ് എംപ്ലോയർ അവർക്കാണ് ലഭിക്കുക. റീപാർട്ടീഷൻ ബെനിഫിറ്റിൽ മേജറായി കവർ ചെയ്യുന്ന ചില എക്സ്പെൻസുകളാണ്. ഒന്ന് ആംനസ്റ്റി എക്സ്പെൻസുകൾ, അഥവാ പാസ്പോർട്ട്, വിസ ക്യാൻസൽ ചെയ്യാൻ വരുന്ന എക്സ്പെൻസ്, അതുപോലെ ടൈപ്പിംഗ് ചാർജുകൾക്ക് വേണ്ട എക്സ്പെൻസുകൾ, ഇതെല്ലാം ആംനസ്റ്റി എക്സ്പെൻസിലാണ് കവർ ചെയ്യുക. രണ്ടാമതായി എംബാമിങ്ങിന് വരുന്ന ചിലവുകൾ, ഇതെല്ലാം എംബാമിങ്ങിന് വരുന്ന എന്തൊക്കെ ചിലവുണ്ടോ അതെല്ലാം നമുക്ക് റീപാർട്ടീഷൻ ബെനിഫിറ്റിൽ കവർ ചെയ്യുന്നതാണ്. മൂന്നാമത് കഫീൻ ബോക്സ്, അഥവാ നമുക്ക് ഈ മയ്യത്ത് അയക്കാൻ വേണ്ടി വരുന്ന ബോക്സിന് വേണ്ടി വരുന്ന ചിലവുകൾ, അതും നമുക്ക് റീപാർട്ടീഷൻ ബെനിഫിറ്റിൽ നമുക്ക് കവർ ചെയ്യുന്നതാണ്. നാലാമതായി വരുന്നത് ഫ്ലൈറ്റിൻ്റെ ചാർജ്, അഥവാ ഈ ബോഡി അയക്കാൻ വേണ്ടി വരുന്ന ചിലവ്. ബോഡിൻ്റെ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഇതിൽ കവർ ചെയ്യുന്നതല്ല. ബോഡിക്ക് വേണ്ടി ഈ ബോഡി ഫ്ലൈറ്റ് മാത്രം അയക്കാൻ വേണ്ടി വരുന്ന ചിലവുകളും മേജറായി നമുക്കിതിൽ കവർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇതിൽ വരുന്ന എല്ലാ എക്സ്പെൻസുകളുടെ ബില്ലുകളും അതേപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും പോലീസിൻ്റെ റിപ്പോർട്ടും നിർബന്ധമായി നമ്മളെ കയ്യിൽ കീപ്പ് ചെയ്യുകയും അത് ഇൻഷുറൻസ് കമ്പനികളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി പ്രത്യേകിച്ച് ഇൻഷുറൻസ് കമ്പനി വേറെ വല്ല റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ വേറെ വല്ല ബില്ലുകളോ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആരാണോ എംപ്ലോയർ അല്ലെങ്കിൽ ആരാണോ സ്പോൺസർ അവർക്കാണ് ഈ അമൗണ്ടുകൾ കൊടുക്കുക. ഇനി ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസുകളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡെത്ത് ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് സ്പോൺസർ വെച്ചാൽ അവർക്കാണ് കൊടുക്കുക. അവരാണ് തീരുമാനിക്കുക ലീഗൽ ഹയർക്കി ആരാണെന്നുള്ളത്. അവരാണ് തീരുമാനിച്ചുകൊണ്ട് ഈ അമൗണ്ട് അവരുടേതായ നോമിനിക്ക് കൊടുക്കുന്നത്.